വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന്. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. ടി ഡി രാമകൃഷ്ണൻ, എൻ പി ഹാഫിസ് മുഹമ്മദ്, പ്രിയ AS എന്നിവരടങ്ങിയ ജൂറിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഇ സന്തോഷ് കുമാർ എഴുതിയ തപോമയിയുടെ അച്ഛൻ എന്ന പുസ്തകമാണ് ഇത്തവണ ഈ അവാർഡ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ജൂറിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ സമീപകാലത്തിറങ്ങിയ ഏറ്റവും മികച്ച ഒരു കൃതി എന്ന നിലയിൽ തന്നെയാണ് ഈ ജഡ്ജിംഗ് പാനൽ വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഷ, അതോടൊപ്പം തന്നെ അതിന്റെ പ്രമേയം, അതെല്ലാം വളരെ പ്രസക്തമാകുന്നു എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുന്നു. ടി ഡി രാമകൃഷ്ണൻ, എൻ പി ഹാഫിസ് മുഹമ്മദ്, പ്രിയ AS എന്നിവരടങ്ങിയ ജൂറിയാണ് ഇപ്പോൾ ഈ പുരസ്കാരം നിർണയിച്ചിരിക്കുന്നത്. ഈ വരുന്ന 27-ാം തീയതി വൈകിട്ട് തിരുവനന്തപുരത്ത് വെച്ച് പുരസ്കാരം നൽകും. 49ാമത് വയലാർ സാഹിത്യ അവാർഡാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ഏറ്റവും അർഹിക്കുന്ന ഒരാളുടെ കൈകളിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിലൊരു സന്തോഷമാണ് ഈ ജൂറി പങ്കുവെക്കുകയും ചെയ്യുന്നത്. നമുക്ക് ആ കൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള ഒരു അഭയാർത്ഥിയുടെ കുടുംബത്തിലെ അംഗമായ തപോമയുടെ അച്ഛൻ ഗോപാൽ ബദുവ തപോമയുടെ കഥ പറയുന്ന ആൾ എന്ന പരിചയപ്പെടുത്തലോട് കൂടിയാണ് അവരുടെ ജീവിതകഥകളിലേക്ക് ഈ നോവലിസ്റ്റ് കൊണ്ടുപോകുന്നത്. തങ്ങൾക്ക് കൂടി വേരുറപ്പിക്കാൻ പറ്റുന്ന ഒരു വാഗ്ദത്ത ഭൂമി സ്വപ്നം കാണുന്ന കുറെ മനുഷ്യരിലേക്കും വിചിത്രമായ അവരുടെ അനുഭവങ്ങളിലേക്കും അതുവഴി നിഗൂഢ ലിപികളിലേക്കും വായനക്കാരെ കൊണ്ടുപോവുകയാണ് ഈ എഴുത്തുകാരൻ ഈ നോവലിലൂടെ ചെയ്യുന്നത്. അതാണ് ഈ പുരസ്കാരത്തിന് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. സന്തോഷ് കുമാറിന്റെ പ്രതികരണം എന്തെങ്കിലും വന്നോ ഈ ഒരു ഘട്ടത്തിൽ, സിജോ? സന്തോഷ് കുമാറിന്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രഖ്യാപനം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുവരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. എന്തായാലും ഏറ്റവും സന്തോഷമുള്ള കാര്യം, ജഡ്ജിംഗ് പാനൽ പറയുന്ന പോലെ തന്നെ എഴുത്തുകാർക്കും അല്ലെങ്കിൽ വായനക്കാർക്കും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു പുരസ്കാരമാണ് ഈ സന്തോഷ് കുമാറിന് ഇത് പുരസ്കാരം വന്നിരിക്കുന്നു എന്നുള്ളത്. അന്ധകാരനാഴി, അതിന് കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പുസ്തകത്തിന്, തപോമയുടെ അച്ഛൻ പുസ്തകത്തിന് ഇപ്പോൾ വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ്. പുരസ്കാരം എപ്പോൾ വിതരണം ചെയ്യും, സിജോ? ഒക്ടോബർ 27-ാം തീയതിയാണ് പുരസ്കാരം വിതരണം ചെയ്യുന്നത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് ഇതിന്റെ പുരസ്കാര ചടങ്ങുകൾ നടക്കുക. 1 ലക്ഷം രൂപയാണ് പുരസ്കാരം നൽകുന്നത്. അതോടൊപ്പം തന്നെ കാനായി കുഞ്ഞിരാമന്റെ ശില്പം, അദ്ദേഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശില്പവുമാണ് നൽകുകയും ചെയ്യുന്നത്. വളരെ മറ്റ് സാഹിത്യ പുരസ്കാരങ്ങളിൽ നിന്നും കുറേയധികം വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഒരു അവാർഡ് പ്രഖ്യാപനം എന്നുള്ളത്. അതിന്റെ ഒരു ജൂറി എന്ന് പറയുന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടി വരുള്ളൂ. ഇതിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 5 വർഷത്തെ കൃതികളാണ് പരിഗണിക്കപ്പെടുന്നത്. ഇത്തവണ ഇതിനു വേണ്ടിയിട്ട് 1348 പേരോടാണ് ഈ അവാർഡിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ 378 പേരാണ് നിർദ്ദേശങ്ങൾ നൽകിയുണ്ടായിരുന്നത്. അതിൽ കുറച്ചെണ്ണം അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. കാരണം അത് മാനദണ്ഡ പ്രകാരമല്ല അത്തരത്തിൽ ശുപാർശകൾ വന്ന് ഇരിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 20 പേര് ഇതിൽ നിന്ന് 20 കൃതി തെരഞ്ഞെടുത്തു. അതിൽ നിന്നാണ് ഒരു 5 പുസ്തകങ്ങൾ ഈ ജഡ്ജിംഗ് പാനലിലോട്ട് വരുന്നത്. അവർ ഈ 3 പേരടങ്ങുന്ന സമിതി ഈ പുസ്തകങ്ങൾ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ 1, 2, 3 എന്ന രീതിയിലാണ് ഇവർ ഒരു മാർക്ക് ഇടുക. ആദ്യ പരിഗണന നൽകുന്നതിന് 11 പോയിന്റ് ഇടും. രണ്ടാമത് നൽകുന്നതിനുള്ള പുസ്തകത്തിന് 7 പോയിന്റ് നൽകും. മൂന്നാമത് ഉള്ള പുസ്തകത്തിന് 3 പോയിന്റ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ജഡ്ജിംഗ് പാനൽ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ആശയക്കുഴപ്പവും ഉണ്ടായില്ല. തങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന പുസ്തകത്തിൽ ഏറ്റവും മികച്ച കൃതി ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛനാണ് എന്ന നിലയിൽ തന്നെയാണ് അവർ പറയുന്നത്. ആ ഒരു ഏകകണ്ഠേനയാണ് ഇത്തരത്തിൽ ആ ഒരു പുസ്തകത്തിലേക്ക് ഇവരെത്തിയത്. മറ്റൊരു പുസ്തകവും തെരഞ്ഞെടുക്കാൻ ഉണ്ടായിരുന്നില്ല. ഇതിന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകിയെന്നാണ് ജഡ്ജിംഗ് പാനൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.